ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വേടം വിഷയവും വോട്ട് വിഷയങ്ങളൊക്കെ മാറി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ മീഡിയകളിലും. ഒരു കേസ് വന്നിട്ടില്ല, മറ്റൊന്നും വന്നിട്ടില്ല. ഇപ്പം മീഡിയകളാണ് ഇപ്പം ഓരോരോ കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നയാൾ കുറ്റം ചെയ്തെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ ഒരു പാർട്ടി പ്രവർത്തനമല്ല. BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, LDF ആയിക്കൊള്ളട്ടെ, ഇവരുടെ നല്ല പ്രവർത്തികൾ നല്ലതെന്നും മോശം പ്രവർത്തികൾ മോശമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഈ ഒരു ഓഡിയോ ക്ലിപ്പിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് ഇന്ത്യൻ പ്രഗ്നൻസി ആക്ട് 1971 പ്രഗ്നൻസി ആക്ട് ഭേദഗതി നടത്തിയ 2021 ആക്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1971 ആക്ട് പ്രകാരം മേരീഡ് ആയിട്ടുള്ള രണ്ടുപേർക്ക് ഇത്ര വീക്കിന് ഉള്ളിലുള്ള പ്രഗ്നൻസി അബോർഷൻ ചെയ്യാനുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുവാദമുണ്ട്, ഒരു അംഗീകൃത ഡോക്ടറിന്റെ സഹായത്തോടു കൂടി. 2021 ഭേദഗതി വരുത്തിയ പ്രകാരം അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനും, അതായത് അൺമാരീഡ് ആയിട്ടുള്ള ആൾക്ക് ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ അത് അബോർഷൻ ചെയ്യാനുള്ള ലീഗലായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് വരാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ പ്ലേ ചെയ്തത് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത്. യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ്. ഗർഭഛിദ്രത്തിന് യുവതി വഴങ്ങിയുമില്ല. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഞാൻ ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വോയിസ് ഉണ്ടല്ലോ. അതിനുശേഷം വന്ന 2 ക്യാപ്ഷൻ ശ്രദ്ധിച്ചായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇര, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന തെളിവുകൾ പുറത്ത്. ഇതെങ്ങനെയാണ് പീഡനമാവുന്നത്? അതെങ്ങനെയാണ് ഇരയാകുന്നത്? കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം ബലാത്സംഗമോ പീഡനമായിട്ട് കണക്കാക്കാൻ കഴിയത്തില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഇതിപ്പോ ഇരയാകുന്നത്? ഇതെങ്ങനെയാണ് ഒരു പീഡനമാവുന്നത്? രണ്ടുപേരും സമ്മതത്തോടുകൂടി ചെയ്തതാണല്ലോ. അപ്പോൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തില്ല, പ്രഗ്നന്റ് ആയി. പിന്നെ മറ്റൊരു കാര്യം ഇതിലുള്ളതെന്ന് വെച്ചാൽ, ഇതെന്ന് ഇലക്ഷൻ അടുക്കുന്ന സമയമായപ്പം ഇതെന്തുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ പൊങ്ങി വരുന്നു പെട്ടെന്ന്? ഈ ഇടക്കാലത്തുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ ഒരു പ്രഗ്നൻസി ഈ ഒരു കേസല്ല, വേറെ കൂടി 2-3 അലിഗേഷൻ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കേസാണ് പറയുന്നത്. അതും ഈ 2021 കാലഘട്ടത്തിലുള്ളതാണ്. ഇതെന്താ ആ ഒരു കാലഘട്ടത്തിലുള്ളതൊക്കെ ഇപ്പൊ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും. അതേപോലെ ഈ ഒരു കേസിലോട്ട് വരാം, അതായത് പ്രഗ്നൻസി. നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ആക്ട് 1971 പ്രകാരം മേരീഡ് ആയിട്ടുള്ളവർക്ക് പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനുള്ള എല്ലാ ലീഗലായിട്ടുള്ള അവകാശങ്ങളും ഉണ്ട്. രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി അംഗീകൃത ഡോക്ടറിന്റെ സഹായത്തോടു കൂടിയും ഇത് ചെയ്യാം. അതേപോലെ 2021 ഈ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുകയും മേരീഡ് അല്ലാത്ത വുമണിനും പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനുള്ള ലീഗലായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. മൈനർ കൂടെ വരുന്നുണ്ട്, പക്ഷെ മൈനറിലോട്ട് കടക്കുന്നില്ല, അത് വേറെ കുറച്ച് ലെവലിലോട്ട് പോകും. അവിടെ പ്രഗ്നൻസി ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇപ്പം ലീഗലാണ്, അതായത് അബോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം തമ്മിലിപ്പം ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലോ ലിവിങ് ടുഗദറോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടായിരിക്കും ഒരു ഡിസിഷനിൽ എത്തുന്നത്. ചിലപ്പം ഒരാൾക്ക് സമ്മതം കാണത്തില്ല, ഇപ്പം ചിലപ്പം ആ ഒരു സ്ത്രീക്ക് സമ്മതം അല്ലായിരിക്കും, ആണിന് സമ്മതമായിരിക്കും. ചിലപ്പോൾ നേരെ തിരിച്ചുമായിരിക്കും, സ്ത്രീക്ക് സമ്മതമായിരിക്കും, ആണിന് സമ്മതമല്ലായിരിക്കും. അങ്ങനെയും വരും. ചിലപ്പം മാരീഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട, അത് മാറ്റണ്ട, അങ്ങനെ പരസ്പരം സംസാരിച്ചിട്ടായിരിക്കും അതിലൊരു എന്താ പറയാ ഡിസിഷനിൽ എത്തുന്നത്. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇപ്പൊ ഒരു വേറെ കേസായിട്ടൊന്നും വന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് മീഡിയയിലോട്ട് ഇങ്ങനെ എയറിലായിട്ട് അങ്ങ് ഷൂട്ട് ഔട്ട് ആയാണ്. അതെന്താണ് അങ്ങനെ? ഇപ്പൊ മീഡിയ ആണോ തീരുമാനിക്കുന്നത്? നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ പറയുമ്പോൾ ഇപ്പൊ മീഡിയ ആണോ കോടതി? അതെങ്ങനെ ശരിയാവും? ഒരു വിധപ്പെട്ടപ്പം ആ വോയിസ് ക്ലിപ്പുകളും പേഴ്സണൽ ആയിട്ടുള്ള സംസാരിച്ച ആ വോയിസ് ക്ലിപ്പുകളും അതേപോലെ ചാറ്റും എല്ലാം പബ്ലിഷ് ആയിട്ടുണ്ട്. ആ ഓപ്പോസിറ്റ് ആളുടെ പ്രൈവസി സീക്രട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഇതുവരെ മീഡിയ ചെയ്തിട്ടുള്ളത്. വേറെ ഇതിന്റെ പേര് വേറെ ആരും കേസൊന്നും കൊടുത്തിട്ടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതെന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ, ഇത് മുമ്പ് എപ്പോഴെങ്കിലും ഉള്ളത് ഇപ്പം എടുത്ത് കൊണ്ടിങ്ങ് വരുന്നതാണോ എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നമുക്ക് ഇതിന്റെ ഈ ഒരു ചാറ്റിന്റെ ഇതിലോട്ടൊന്ന് പോവാം. നിങ്ങളൊന്ന് നോക്കിയത്, ഇവിടെ ഒരു രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയും ആ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ചാറ്റിംഗ് ആണ്. ഇപ്പം എന്താ കഴിച്ചത്, ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്ന് അറിയാവോ, എന്താ സംഭവം ഉണ്ടാവുന്നത്,
ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല. അത് ശരിയാണ്. ഒരിക്കലും ഡോക്ടറിനെ കാണിക്കാതെ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഡിസിഷൻ എടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് ആ ഒരു അബോർട്ട് ചെയ്യേണ്ട ഒരു ഗുളിയുണ്ട്, മെഡിസിൻ 2 സെറ്റായിട്ടാണ് ഇത് കഴിക്കാനുള്ളത്. ഇതിപ്പം കഴിച്ചാൽ തന്നെ അത് അബോർട്ടായി പോകും. പക്ഷേ ഇതിന്റെ ഇത് പൂർണ്ണമായിട്ട് ഇത് പോകത്തില്ല. ആ ഒരു ഗർഭപാത്രത്തിനകത്ത് ഇതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ തന്നെ കാണും. അത് പിന്നെ സ്കാനിങ് ചെയ്ത് അത് പൂർണ്ണമായിട്ടും പോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മൊത്തത്തിൽ അതിൽ നിന്ന് ഒരു റിക്കവർ വരത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതിന്റെ ചില പാർട്ടുകൾ അതിന്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ അത് പിന്നീട് അത് വലിയൊരു വിപത്തായിട്ട് മാറും. അതായത് ആ ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി വേറെ ലെവലിലോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ ഡോക്ടറിന്റെ കൺസേൺ ഇല്ലാതെ പോയി കാണിക്കാതെ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കറക്റ്റായിട്ടുള്ളൊരു ഇതാണ്. ആര് പറഞ്ഞു ഞാൻ ഒരു വേസ്റ്റ് ആണെന്ന്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ആയതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എന്റെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ കരച്ചിൽ എനിക്ക് വന്നു. നീ വന്ന് എന്നെ ഒന്ന് കാണ്, നിനക്ക് താങ്ങാൻ ഞാൻ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വേർഡുകളായിട്ടല്ലേ വരുന്നത്. അതേപോലെ പെൺകുട്ടി ഒരു സ്മൈലി അയക്കുന്നപ്പം എന്താ ഒന്നുമില്ല പറ, അവിടെ അടുത്ത ഒരു ഇത് കട്ടാവുകയാണ്. അവിടെ ഈ ഒരു ചാറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിനകത്ത് പറയുകയാണ് ഞാൻ താങ്ങായിട്ടുണ്ട്, സപ്പോർട്ടീവായിട്ട്. അപ്പോൾ ഒരു വശത്തുനിന്ന് സപ്പോർട്ടീവായിട്ട് പറയുകയാണ്. പിന്നെ നോർമലി ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ, അതായത് ഒരു പ്രഗ്നൻസി വരുമ്പോൾ ചിലപ്പോൾ ചിലവരൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതല്ല, ചിലർ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലാത്തൊരു ഇത് അബോർട്ട് ചെയ്ത് കളയും. ആ സമയത്ത് പരസ്പരം ഒരു ഡിസ്കഷൻ അവിടെ സംഭവിക്കും. ചിലവർക്ക് വേറെ അറിവൊന്നും കാണത്തില്ല, ഡോക്ടറിനെ കാണാതെ തന്നെ ഇതൊക്കെ ചെയ്യാം, ഇതിന്റെ ബാക്കി എന്തൊക്കെയാണ് ഇത് ഡോക്ടറിനെ കാണാതെ ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളൊന്നും അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇതിനകത്ത് കുറച്ച് ഇഷ്യൂസ് വരും. ഇതാണ് ചാറ്റിന്റെ ആദ്യ പകുതി വരുന്നത്. ബാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കൂ. പെൺകുട്ടി എന്റെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയാണോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതായത് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ. കയറി ചെന്ന ഉടൻ മരുന്നൊന്നും വിടില്ല ഡോക്ടർമാര്. ഗൂഗിൾ ചെയ്യൂ, രീതികൾ എന്താണെന്നെങ്കിലും നോക്കൂ. ഇപ്പം പോകുമ്പോൾ രണ്ടുപേരും കൂടെ പോകേണ്ടി വരും കേട്ടോ. ഞാൻ ആരോടാ പറഞ്ഞേ ഇത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ? നിനക്ക് എന്നോടോ അമ്മയോടോ സ്നേഹമുണ്ടോ? എനിക്കിത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? എനിക്ക് പേടിയാവുന്നു. അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോട് ഇഷ്ടവും തനിക്കത് ഒരിക്കലും മനസ്സിലാവില്ല. രണ്ടിനിടയിൽ വീർപ്പ് കൂട്ടുകയാണ് ഞാൻ. അത് ആ ഒരു കാലത്ത് മാതൃത്വം, അതിനകത്തോട്ട് പോകുന്നില്ല. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് മറ്റൊരു ലെവലിൽ സാധനമാണ്. അതിനകത്ത് നമുക്ക് ആ ഒരു യുവതിയെ കുറ്റപ്പെടുത്തി ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ആ ഒരു മാനസികാവസ്ഥയൊക്കെ വേറെ ഒന്ന് തന്നെയാണ്. അപ്പം ഓപ്പോസിറ്റ് ആൾക്കാരിൽ നിന്ന് ഒന്നും നല്ല സപ്പോർട്ട് ചെയ്യാണ്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ സമ്മതിച്ചതിന് ശേഷം ഇത് അബോർട്ടിലോട്ട് പോകണം. അതല്ലെങ്കിൽ മാരീഡ് കഴിച്ചിട്ട് മുന്നോട്ട് ജീവിതം നയിക്കണം. അങ്ങനെയാണ് ഇതിന്റെ നോർമലി ഉള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ആകെയുള്ള കുറച്ച് പോംവഴികളുള്ളത് ഒന്നാണ് ഇത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ, ഞാൻ ഒഴിവാകുന്നു. ഇതിലെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒഴിവാക്കാൻ തനിക്കും പറ്റുമോ? എനിക്ക് നാണക്കേടുണ്ട്, ചുമക്കാൻ താല്പര്യവുമില്ല. അപ്പൊ അവിടെ പറയാൻ ഒഴിവാക്കാൻ തനിക്ക് എങ്ങനെ പറ്റും? എനിക്കിത് നാണക്കേടുമാണ്, അതേപോലെ എനിക്കിത് ചുമന്നുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. അതായത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ യുവതി നിൽക്കുന്നത്. 3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. കുഞ്ഞുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടല്ലേ, ഞാൻ ഒരു സ്ത്രീയാണ്. അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ, ബൈ ബൈ. ഈ ഒരു വോയിസ് ക്ലിപ്പും വീഡിയോ ക്ലിപ്പും കേട്ടതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഒരാൾക്ക് സമ്മതമല്ല എന്നുണ്ട്, പക്ഷേ അത് ചെയ്യണമെന്നുണ്ട്. 2 മെന്റാലിറ്റിയിലാണ് ആ ഒരു യുവതി നിൽക്കുന്നത്. പിന്നെ ഈ ഒരു കേസ് വന്നതിന് ശേഷം, അത് പ്രഗ്നൻസി ആയതിനു ശേഷം അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ പിന്നീട് അങ്ങ് മാറും. ആ മാതൃത്വം ആ ഒരു ലെവലൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് വാക്കുകൊണ്ട് അത് അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങ് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ലെവലോട്ടായിരിക്കും മാറുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ അവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഇത് നടന്നുപോയി. ഇതിപ്പം ഈ ഒരു കേസിൽ വാലും തുമ്പും മാത്രമേ ഇപ്പം നിലവിൽ മീഡിയ ആയിക്കൊള്ളട്ടെ വിട്ടിട്ടുള്ളൂ. ഇനി വേറെ കേസുകളൊന്നും ഇല്ല. വാലും തുമ്പും ഇല്ലാതെ വിട്ട് ആ ഒരു ഒരാൾക്കെതിരെ അലിഗേഷനായപ്പോൾ അയാൾ രാജിയും വെച്ചു. അതും ഈ ഇലക്ഷൻ ടൈമിലൊക്കെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് എപ്പം നടന്നതാണോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഇതിപ്പോ ഈ ഒരു സംഭവത്തിന് ഒരു എൻഡിങ് വന്നതായിരിക്കുമല്ലോ. ഇനിയിപ്പോ ഇത് കുട്ടി പുറത്തുണ്ടോ, അതോ കുട്ടി ഇതിപ്പം അബോർട്ടായി പോയിക്കോ എന്നും അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഇനി പുറത്തു വരുന്നത്? ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഒരു കേസ് വന്നാൽ മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ സ്വകാര്യ ഇതിനകത്ത് കേസ് വരത്തില്ലല്ലോ. ഇതിന്റെ ഇടയിലാണ് വേറെ ഒന്നും കൂടെ. ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇത് എന്തോ സീറോ ടു ലോഡിങ് എന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച പടം ഈ ഒരു റീസെന്റ് ആയിട്ടാണ് റിലീസ് ആയത്. 91 എന്ന് പറഞ്ഞിട്ട് പക്രു ചേട്ടനാണ് അതിനകത്ത് മെയിൻ ആക്ടർ. ഇത് സപ്പോർട്ടീവ് ആണെന്ന് തോന്നുന്നു. ഞാൻ സിനിമയൊന്നും കണ്ടിട്ടില്ല. അതിനകത്ത് വന്ന വ്യക്തിയാണ്. മുമ്പ് ജേർണലിസ്റ്റ് എന്തോ ആയിരുന്നു. ഈ ഒരു സ്ത്രീക്ക്, അതായത് പ്രത്യേകിച്ച് വേറെ വൈറലോ ഫേമോ ആയിട്ടുള്ള ആളൊന്നുമല്ല ഈ ഒരു പറയുന്ന ഈ ഒരു പ്രമുഖ നടി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ വരെയാണ്. അതെങ്ങനെ ഒരു ഫെയിമോ ഒന്നും ഇല്ലാതിരിക്കുന്ന ചുമ്മാ ഇരിക്കുന്ന ആളുകൾക്ക് വിളിച്ചിട്ട് ഇന്റർവ്യൂ അങ്ങ് കൊടുക്കൂ. ഇപ്പൊ അത് ട്രെൻഡാണ് അങ്ങനത്തെ. അതിനകത്താണ് ഈ സംഭവങ്ങളൊക്കെ തുടക്കം വരുന്നത്. പിന്നെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വരുന്നു. റിപ്പോർട്ടർ TV മെയിൻ ആയിട്ട് മൊത്തം വരുന്നത്. അത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പിന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. അവരുടെ സപ്പോർട്ടീവ് ഏതാണ് വരുന്നത്, അപ്പൊ അതിനനുസരിച്ച് അവർക്ക് അതും വരും. ഇത് പിന്നെ ആളെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതായത് ഫ്രണ്ട് ആളുണ്ട്, പക്ഷെ വേണമെങ്കിൽ തുപ്പി കാണിക്കാം, പക്ഷെ പേര് പറയത്തില്ല എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഇവർക്ക് കേസില്ല, ഇവർക്ക് ഒന്നുമില്ല, ഇവർക്ക് ആളെ വ്യക്തമായിട്ട് പറയാനുള്ള കെട്ട് പോലും ഇല്ല. എനിക്ക് കേസൊന്നുമില്ല, പക്ഷെ ചുമ്മാ വീഡിയോ വന്നിട്ട് ഇങ്ങനെ അത് പറഞ്ഞിട്ട് അങ്ങ് പോയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നോ കമന്റ്. 0 to ലോഡിംഗ് ആണ് ഇത്.
ഇതും പിന്നെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള രണ്ടുപേരും അതിപ്പം പ്രണയത്തിലായിരുന്നോ ഇപ്പൊ എങ്ങനത്തെ അവസ്ഥയാണെന്ന് ഒന്നും ആർക്കും അറിഞ്ഞൂടാ. അത് എപ്പോൾ നടന്ന സംഭവം പോലും അറിഞ്ഞൂടാ. ഇപ്പൊ ഈ പറഞ്ഞ ഈ റിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ആളിന്റെ ഏറ്റവും വലിയ കോമഡി 2020 വന്ന ചാറ്റിംഗ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമൽ ചാറ്റിംഗ് ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഹായ് അയക്കാത്ത ആരുണ്ട് ഇതിനകത്ത്? നോർമലി ആയിട്ടുള്ള ഒരു സംഭാഷണമായിട്ട് മാത്രമേ അതിനകത്ത് വേറെ മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് കേസും ഇല്ല ഒന്നുമില്ല. പിന്നെ എന്തിനും വന്നിപ്പോ ഈ ഒരു സമയത്ത് അതായത് ഒരു ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വന്നിട്ട് മീഡിയയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണം? ചുമ്മാ ഒരു ഫെയിമും ഇല്ലാത്ത ആൾക്കൊരു ഇന്റർവ്യൂ വരുന്നു, പിന്നെ ഈ ഒരു കേസ് എടുത്ത് വരുന്നു, പിന്നെ ഇതിന് പുറമെ ബാക്കിയുള്ള ആ ഒരു ചാറ്റിങ്ങും വോയിസ് ക്ലിപ്പും എല്ലാം വരുന്നു. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലും കളികളാണോന്ന് പോലും അറിയത്തില്ല. പിന്നെ രാജിയും വരുന്നു. മറ്റുള്ള അതർ ഓപ്പോസിറ്റ് പാർട്ടികളിലെ പല ഇതുപോലത്തെ കേസുകൾ വന്നിട്ട് ആരും രാജിവെച്ചിട്ടൊന്നും പോയിട്ടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഈ ഒരു പാർട്ടിയുടെ കേസിലോട്ട് വരുമ്പോൾ അവർ അങ്ങനെ മുന്നോട്ട് നിന്നില്ല. എന്റെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് തന്നെ രാജിവെക്കണമെന്ന് ആ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടു, അവർ രാജിവെച്ചു. ചിലരിൽ അങ്ങനെയല്ല, അത് കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുകയാണ്, ആടി 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 വെക്കും. നല്ലവരും ഉണ്ട് കേട്ടോ, നല്ല രാഷ്ട്രീയ പ്രവർത്തക സഖാക്കന്മാരും ഉണ്ട്. ഞാൻ അവരെയല്ലേ പറഞ്ഞ, അല്ലാത്ത കുറച്ച് പേര് അത് ഇതുപോലെ ഗംഭീരമായിട്ട് അലിഗേഷനൊക്കെ വന്നതാണ്. പക്ഷെ അവര് അങ്ങനെ തന്നെ കുലുങ്ങാതെ അങ്ങനെ നിന്ന്. പിന്നെ അതിപ്പം ഒന്നോ കണ്ടോ ഇല്ലയോ എന്നൊന്നും പോയി. അതും ഇതുപോലെ ഫേക്ക് ആയിരിക്കും. ഇപ്പൊ കൂടുതലും വരുന്നത് കറക്റ്റ് ആയിട്ടുള്ളതിനെക്കാട്ടി ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് വ്യാജ കേസുകളാണ്. അതും എല്ലാം പീഡന കേസുകൾ. ഒരാളെ ഏറ്റവും കൂടുതൽ തകർക്കാൻ പറ്റുന്ന എന്താ പറയാ മറ്റേ ഇന്ദ്രന്റെ വജ്രായുധം കണക്കുള്ള ഒരു സംഭവമാണ് ഇത്. പീഡനം എന്ന് പറഞ്ഞു വരും, കുറച്ചു കാലം കാണും, അതങ്ങ് മാഞ്ഞു പോകും. ഇതിന് ഈ വന്ന ഒരു നടിയുടെ കേസൊക്കെ അതൊക്കെ വിടാം, ചവറുകൾ ബാക്കിയുള്ളതും അതും വിടാം. പക്ഷെ ഈ ഒരു പ്രഗ്നൻസി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം എന്താണ് അതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് എന്നൊക്കെ വന്നാൽ മാത്രമേ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റത്തുള്ളൂ. അതിനകത്ത് ഇപ്പൊ സംഭാഷണം ആയിക്കോട്ടെ ചാറ്റിംഗ് ആയിട്ട് അത് നോർമലി രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നത് അതിനകത്ത് വേറെ മോശമായിട്ടും വേറെ പുഷിങ്ങൊക്കെ നോർമലി സംസാരിക്കുന്നത് ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായം കാണത്തില്ലേ? ഇപ്പൊ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായി തന്നെ ഇപ്പൊ ഒരു അബോർഷന്റെ ഒരു കേസ് വരുമ്പോൾ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായം കാണും. അത് സ്വല്പം നേരം ഒന്ന് സംസാരിച്ചിട്ടായിരിക്കും അത് സെറ്റ് ആവുന്നത്, രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തുന്നത്. അതേപോലെ ഇവരൊരു പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സംഭാഷണം ഇത് ലീക്കായി ഇത് എങ്ങനെ വന്നു, ഇത് ആര് കൊടുത്തു എന്നൊന്നും ഒരു പിടുത്തോ ഇല്ല, ഏത് വർഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നീ ആ ഒരു ഓപ്പോസിറ്റ് പാർട്ടി, പക്ഷേ ഓപ്പോസിറ്റ് അലിഗേഷൻ വന്ന ആൾക്ക് കൂടുതലായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്തൊരു കേസും ബാക്കി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ഫുള്ളും മീഡിയയിലായിട്ടല്ലേ വന്നിട്ടുള്ളത്, മൊത്തം ഏറിൽ ഒന്നും വന്നിട്ടുള്ളത്. ഫുള്ളും ഈ ഒരു ഇത് ഇനിയിപ്പോ ഫുള്ള് ഇനിയിപ്പോ അറിയാൻ ആൾക്കാരൊന്നും കാണത്തില്ല. ആ ഒരു വ്യക്തിക്ക് ഇനിയിപ്പോ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നില്ല ഇത് നല്ല രീതിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവും അതിനകത്ത്. അല്ലെങ്കിൽ എനിക്കൊന്ന് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ളതിന് നല്ല രീതിക്ക് സ്ട്രോങ് ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ഈ ഒരു സ്ഥാനാർത്ഥി ഇത് മാറുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് അതൊരു കരുത്താവും. ഒബിയസ്ലി ഈ വോട്ടും കൂടെ അങ്ങോട്ട് മാറി. പിന്നെ നമ്മുടെ ആ ഒരു കേസ് വരുമ്പോൾ അത് കുറച്ച് വീക്കാണല്ലോ ഇവിടെ. നമ്മൾ പുറത്തോട്ടൊക്കെ നല്ല പക്ക സ്ട്രോങ് ആണ്, പക്ഷെ കേരളത്തിൽ വരുമ്പോൾ കുറച്ച് വീക്കാണ് അവർ. മേജറായിട്ട് വരത്തില്ല. ഏറ്റവും കൂടുതൽ മുമ്പ് വരെ നിൽക്കുന്നത് LDF കോൺഗ്രസും ആണല്ലോ. മറ്റേതിപ്പം കയറി വരുന്നതല്ലേ ഉള്ളൂ പതുക്കെ BJP കേസിലോട്ട് വരുമ്പോൾ. ഈ ഒരു കേസ് ഈ ഒരു സ്ഥാനാർത്ഥി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് വരുന്നത് ആർക്കാണ്? LDF വരുന്നത്. ഈ കണ്ടറിയണം ഇനി ബാക്കി ഇത് എന്താ ഇനിയിപ്പം വേറെ അല്ല ഇനി കേസുകൾ ഇനിയിപ്പം ഫയലാവോ, അതെ ഇനിയിപ്പോ ഇതെന്താ ഇതിന്റെയൊക്കെ വിധി ഇനിയിപ്പം കോടതിക്ക് വരെ എല്ലാം മീഡിയയിൽ തന്നെ ആവുമെന്ന് തന്നെ കണ്ടു തന്നെ അറിയണം. മൊത്തത്തിൽ ഇതൊരു ലൂപ്പായിട്ട് കിടന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറെ കാലമായിട്ട്. കുറച്ചുള്ള 20-21 കാലഘട്ടം പൊക്കി പിടിച്ചോണ്ട് വരും. അതാണ് ഇപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, സത്യം പറയാല്ല. 20-21 ഈ കേസ് നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടി. 20-21 വേറെ കേസിൽ നോക്കിയപ്പോൾ അതും ഇത് തന്നെ 20-21 കാലഘട്ടം. പിന്നീട് വന്ന രണ്ടെണ്ണം അതും ഇത് തന്നെ 21-22 20-21. ഇതിപ്പോ ഉള്ളതൊക്കെ ഓരോ അലിഗേഷൻ വന്നിട്ട് ഇപ്പൊ ഉള്ളതേത് ചീത്തയേത് ഉടായ്പകളേത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി സത്യം പറയാല്ല. പിന്നെ മീഡിയ പിന്നെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് എടുത്തിട്ട് അങ്ങ് ഷൂട്ടപ്പാണ് ചെയ്യുന്നത്. ഇനിയിപ്പം വിധിയും ശിക്ഷയും എല്ലാം നടപ്പാക്കുന്നത് മിക്കവാറും ഇത് തന്നെയായിരിക്കും, കോടതിയല്ല മീഡിയ തന്നെയായിരിക്കും. അവർ ഓരോരുത്തർക്കും ഓരോരോ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഓരോരോ മീഡിയസുകളുണ്ടല്ലോ, അവർക്ക് ആവുന്ന തരത്തിനകത്തുള്ള സംഭവങ്ങളൊക്കെ അവരങ്ങനെ ചെയ്തു വിടും. ഇത്രയേ ഉള്ളൂ. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് നോ കമന്റ്സ്. ഹൈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണല്ലോ. അപ്പം ബൈ, സീ യു. മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം.